परमधाम घर में बाप के साथ कंबाइंड स्थिति का अनुभव करें। പരംധാം വീട്ടിൽ ബാബയോടൊപ്പം കമ്പൈൻഡ് സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. മനസ്സ് ബുദ്ധിയെ ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് മാറ്റി ബിന്ദു ആത്മാവാകൂ. പരംധാം വീട്ടിൽ ബാബയ്ക്കൊപ്പം ഇരിക്കൂ. അനുഭവം ചെയ്യൂ സ്വയത്തിൻ്റെ ഉള്ളിൽ സത്യത്തിൻ്റെ തിരിച്ചറിവ്. ABCD. സൂക്ഷ്മ ചൈതന്യമായ ആത്മാവാണ് ഞാൻ. പരംധാം നിവാസി, പരം ജ്യോതി ബിന്ദു, പരമാത്മ ശിവൻ്റെ സന്താനമാണ്. എൻ്റെ ശിവബാബ പരമസത്യമാണ്, പരമപാവനമാണ്, പരമശാന്തമാണ്, പരമസത്യമായ പ്രേമമാണ്, പരമ അതീന്ദ്രിയ സുഖമാണ്, പരമാനന്ദമാണ്. പരമസത്യത്തെ തിരിച്ചറിയാനുള്ള ശക്തി എനിക്കുണ്ട്. പരമമായ യഥാർത്ഥ തീരുമാനമെടുക്കാനുള്ള ശക്തിയുണ്ട്. പരമമായി മനസ്സിനെ ബുദ്ധിയെ ഉൾവലിച്ച് ബിന്ദു ആത്മാവായി പരംധാം വീട്ടിൽ ബാബയ്ക്കൊപ്പം ഇരിക്കാനുള്ള ശക്തിയുണ്ട്. പരമമായ സഹിക്കാനുള്ള ശക്തിയുണ്ട്. പരമമായ ഉൾക്കൊള്ളാനുള്ള ശക്തിയുണ്ട്. പരമമായ നേരിടാനുള്ള ശക്തിയുമുണ്ട്. പരമമായി സഹയോഗം ചെയ്യാനുള്ള ശക്തിയുണ്ട്. പരമമായ 7 ഗുണങ്ങളുടെയും സന്തുലനമുണ്ട്. പരമമായ ഹീലിംഗ് എനർജി എന്നിലുണ്ട്. ഇങ്ങനെ തന്നെ ഞാൻ മധുരമായ ശിവബാബയുടെ സന്താനം, എൻ്റെ പ്രിയപ്പെട്ട ശിവബാബ, അവ്യക്ത ബ്രഹ്മബാബയിലൂടെ ആത്മാവായ എനിക്ക് സർവസംബന്ധങ്ങളുടെയും പാലന നൽകുകയാണ്. ബ്രഹ്മബാബയാകുന്ന അമ്മയിലൂടെ ബ്രാഹ്മണനായതും എനിക്ക് ദിവ്യബുദ്ധിയുടെ ഗിഫ്റ്റും ലിഫ്റ്റും തന്നു. ഒരു സെക്കൻഡിൻ്റെ പോലും സമയത്തിന് മുമ്പ് ജ്യോതിർബിന്ദു ആത്മാവായ എനിക്ക് 7 ഗുണങ്ങൾ കൊണ്ട് എന്നെ നിറച്ച് മനസ്സ് ബുദ്ധി സംസ്കാരത്തിലൂടെ സൂക്ഷ്മമായ ശരീരത്തോടൊപ്പം സൂക്ഷ്മവതനത്തിൽ ഇരുന്നു കൊണ്ട് ബാബ് ദാദയുടെ മടിത്തട്ടിൽ എത്തുകയാണ്. എൻ്റെ മധുരമായ ബാബ് ദാദ സ്നേഹത്തോടുകൂടി എന്നെ സ്വാഗതം ചെയ്യുന്നു. വരൂ എൻ്റെ മധുരമായ ഓമനയായ കുട്ടി, വരൂ മടിത്തട്ടിലിരിക്കൂ. അനുഭവം ചെയ്തുകൊണ്ടിരിക്കൂ. എങ്ങനെയാണ് ബാബ്ദാദയുടെ മടിത്തട്ടിൽ ഇരിക്കുന്നത്? സൂക്ഷ്മ രൂപത്തിലാണ് ഞാൻ. ബുദ്ധി പവിത്രമാണ്, മനസ്സ് പവിത്രമാണ്, സംസ്കാരം പവിത്രമാണ്. 3 7 ഗുണങ്ങളാൽ സമ്പന്നമായിരിക്കുന്നു. ദിവ്യമായ പ്രകാശത്തിൻ്റെ ശരീരത്തെ ധാരണ ചെയ്ത് ഫരിഷ്തകളുടെ ചക്രവർത്തിയോടൊപ്പം മധുരമായ ബാബ്ദാദയുടെ മടിത്തട്ടിൽ ഇരിക്കുകയാണ്. സ്വയം അനുഭവം ചെയ്യൂ. ബാബ്ദാദയിൽ നിന്ന് അനുഭവം ചെയ്തുകൊണ്ടിരിക്കൂ. എങ്ങനെയാണ് ബാബയിലൂടെ സത്യത്തിൻ്റെ തിരിച്ചറിവ്, ജ്ഞാനത്തിൻ്റെ സാഗരത്തിൽ സ്വയത്തെ ലയിച്ചിരിക്കുന്ന അനുഭവം ചെയ്യൂ. പവിത്രതയുടെ സാഗരത്തിൽ മുഴുകിയിരിക്കുന്ന അനുഭവം ചെയ്യൂ. അർത്ഥസഹിതം ഇരിക്കൂ. കുറച്ചു സമയത്തിനു മുമ്പ് നിങ്ങളോടൊപ്പം ജ്ഞാനം എന്താണ്, സത്യത്തിൻ്റെ തിരിച്ചറിവ്, പവിത്രത എന്താണ്, ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു തന്നിരുന്നു. അനാദി ദേവതാ സ്വരൂപം, ആദി അനാദി സ്വരൂപം, ഈ ആദി അനാദി സ്മൃതിയെ ബുദ്ധിയിൽ ഉണർത്തി ആരെല്ലാം നമ്മളോടൊപ്പമുണ്ടോ, സേവാ കേന്ദ്രത്തിൽ വരുന്നുണ്ടോ,
എല്ലാവരെയും ആത്മാവായിട്ട് जो भी हमारे साथी हैं, തിരിച്ചറിഞ്ഞ് ജ്ഞാനസ്വരൂപമായി പെരുമാറൂ, ജ്ഞാനയുക്തമായി പെരുമാറൂ. अनुभव करते हुए ഇതിലൂടെ की समझ से व्यवहार ആസക്തി ഉണ്ടാവില്ല, ആകർഷണം ഉണ്ടാകില്ല, വെറുപ്പുണ്ടാകില്ല. എല്ലാവരോടും ഒരുപോലെ ജീവിക്കാൻ സാധിക്കും. നിരാകാരനോടൊപ്പം കമ്പൈൻഡ് ആയിരിക്കൂ. कैसे ना हो, ബ്രഹ്മചാരിയായിരിക്കൂ. बाप के साथ ബ്രഹ്മബാബയെ ഫോളോ ചെയ്യുന്നവരാകൂ. ब्रह्मचारी ഇതാണ് പവിത്രതയുടെ സ്ഥിതി. അനുഭവം ചെയ്യൂ. പവിത്രത എന്ന് കേൾക്കുമ്പോൾ ഇത് അനുഭവം ചെയ്യൂ. ഇതെൻ്റെ സ്ഥിതിയാണ്, यही है ഇതാണ് എൻ്റെ സ്റ്റേജ്. अनुभव करें। അങ്ങനെയുള്ള സ്ഥിതിയിലെത്തിയാൽ നമ്മൾ പരമ പവിത്രമായ ആത്മാവാകും. ബാബയോടൊപ്പമാണെന്ന് അനുഭവം ചെയ്യും. ऐसी पवित्रता आ गई तो मैं आत्मा परम पावन നമ്മൾ ബാബയുടെ കൂടെ കമ്പൈൻഡ് ആണ്. अनुभव कर रही हूँ। ഭൂതകാലത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഒരു ചിന്തയുമില്ല. വർത്തമാനകാലത്തിൽ ബാബയോടൊപ്പം കമ്പൈൻഡ് ആണ്. आज का चिंतन खत्म, भविष्य की चिंता ബാബയുടെ കൂടെ കമ്പൈൻഡ് ആയിരിക്കൂ. में मैं सोच ബാബയുടെ കൂടെ ജീവിക്കുന്നു, നടക്കുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു, സംസാരിക്കുന്നു, എല്ലാം ബാബയോടൊപ്പം. हूँ, पढ़ती हूँ, ഈ സ്ഥിതി ശാന്തിയുടെ ആഴമേറിയ സ്ഥിതി. ബാബയോടൊപ്പം കമ്പൈൻഡായി എല്ലാവരെയും കാണുക, എല്ലാവരുടെയും കൂടെ നടക്കുക, ഉറങ്ങുക, ഓഫീസിൽ പോയി ജോലി ചെയ്യുക. के लोगों से मिलना, लोगों से व्यवहार में आना, ഈ സ്ഥിതിയാണ് ശാന്തിയുടെ സ്ഥിതി. घर या ऑफिस में जाना, घर या എന്താണോ ചെയ്യേണ്ടത് അത് മാത്രമേ മനസ്സിൽ വരുന്നുള്ളൂ. അതേ സങ്കല്പമാണ് ടച്ച് ചെയ്യുന്നത്. മറ്റ് സങ്കല്പങ്ങളിൽ നിന്നെല്ലാം ദൂരെയാകുന്നു. टच कर रहा है। ड्रामा में जो घूमने वाला है वही संकल्प। ഇങ്ങനെയുള്ള സ്ഥിതിയിൽ നമ്മൾ ഇരുന്നാൽ, ബാബയുമായിട്ട് കമ്പൈൻഡ് ആയാൽ, നമ്മുടെ കൂടെ ആരെല്ലാം ഉണ്ടോ എല്ലാവരെയും നമുക്കൊരുപോലെ കാണാൻ സാധിക്കും. സ്വീകാര്യത വരും. ഇതാണ് സ്നേഹത്തിൻ്റെ സ്ഥിതി. साथियों को जो जैसे भी हैं उनको बिना ഉള്ളുകൊണ്ട് ബഹുമാനം നൽകി കണ്ടീഷൻ ഇല്ലാതെ സ്നേഹിക്കുക, ബഹുമാനം കൊടുക്കുക. ഇതാണ് സ്നേഹത്തിൻ്റെ സ്ഥിതി. മുഴുവൻ വിശ്വത്തിലെയും എല്ലാ ആത്മാക്കളെയും ഒരുപോലെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം, കാണാൻ സാധിക്കണം. പവിത്രമായ ബുദ്ധിയോടൊപ്പം, മനസ്സോടൊപ്പം സൂക്ഷ്മവതനത്തിൽ ബാബ്ദാദയുടെ കൂടെ ഇരിക്കൂ. तो अब बुद्धि, पवित्र बुद्धि ബാബ്ദാദയുടെ മടിത്തട്ടിൻ്റെ അനുഭവം ചെയ്യാൻ പറ്റും. वतन अर्थात ഈ സ്ഥിതി, तख्त पर ഇതാണ് അതീന്ദ്രിയ സുഖത്തിൻ്റെ സ്ഥിതി. अर्थात बाप दादा की गोद ബാബയെ കിട്ടി, എല്ലാം കിട്ടി, സർവപ്രാപ്തികളാലും സമ്പന്നമായി ये अतीन्द्रिय सुख की स्थिति है। तो पा लिया, काम किया, സന്തുഷ്ടമായ സ്ഥിതിയാണിത്. प्राप्ति संपन्न। സ്വയം സന്തുഷ്ടമായിരിക്കുക. ബാബ സന്തുഷ്ടമാകുന്നു. ഡ്രാമയിൽ പരിവാരത്തിലും സന്തുഷ്ടം. ഈ ഒരു സ്ഥിതി പ്രാപ്തമാക്കിയാൽ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം കിട്ടും. അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിലാടും ഞാനും ബാബയും. ഞാൻ ബാബയുടെ മടിത്തട്ടിലാണ്. करते हैं ये है ഇതാണ് ഇച്ഛാമാത്രം അവിദ്യയുടെ സ്ഥിതി. मैं और बाबा, मैं और ഇതിനോടൊപ്പം और ये अच्छा ആനന്ദത്തിൻ്റെ സ്ഥിതിയുടെ അനുഭവം ചെയ്യുക. അതായത് ലൗലീനായാൽ और इसके साथ जब ऐसे പിന്നെ നമ്മളിൽ ഒരു ഇച്ഛയും ഉണ്ടാകില്ല. ബാബയെ കിട്ടിയ അർത്ഥം എല്ലാം കിട്ടി. तब्दील हो जाते हैं, हमारी कोई इच्छा, ബാബയെ കിട്ടി, എല്ലാം കിട്ടി. सब इच्छाएं समाप्त। എല്ലാ ഇച്ഛകളും സമാപ്തം. ആനന്ദത്തിൻ്റെ ഊഞ്ഞാലിൽ ഊഞ്ഞാലാടണം. ബാബയുടെ കൂട്ടുകെട്ടിലിരിക്കൂ, മടിത്തട്ടിലിരിക്കൂ. ഇതിൻ്റെ അനുഭവം ചെയ്തു നോക്കൂ. നിങ്ങൾ എപ്പോഴാണോ ഈ അനുഭവം ചെയ്യുന്നത് അപ്പോഴാണ് का झूठा പ്രാക്ടിക്കലി നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കിട്ടുക. അപ്പോഴാണ് ആനന്ദം എന്താണെന്ന് അറിയുക. करेंगे तो आपको लगेगा प्रैक्टिकली में प्रैक्टिकल ഇത് നമ്മുടെ റിയൽ സ്ഥിതിയാണ്. ഇതാണ് തിരിച്ചറിവ്. होता है आनंद। मैं इसमें സ്ഥിതി എന്താണോ അതിനനുസരിച്ച് വിവേകം ഉണരും. ये है रियलाइजेशन, നമ്മുടെ ബോധം ഉണരും. വിവേകം ദിവ്യമായിട്ട് മാറും. विवेक जागृत हो जाता है, सब ദിവ്യ ബുദ്ധിയായിട്ട് മാറും. ചിത്തം ശാന്തമാകും, ഏകാഗ്രമായിട്ട് മാറും. हो जाता ചിത്തത്തെ പോലെയാണല്ലോ ചിന്തനം നടക്കുക. है, शक्ति दिव्य हो जाती है और चित्त ചിന്തനം നടക്കാൻ തുടങ്ങും. शांत एकाग्र आनंदमय हो ശുഭചിന്തനത്തിൻ്റെ ആഴത്തിലേക്ക് പോകും. से हमारा शुभ ബാബയുടെ ഓരോരോ മുരളിയിലെ പോയിന്റിനെ കുറിച്ചും മനനം ചെയ്യണം. പിന്നെന്ത് സംഭവിക്കും? की गहराई ശുഭഭാവന വരാൻ തുടങ്ങും. बाबा के मुरली के एक पॉइंट का ബാബ പറയാറുണ്ടല്ലോ, നിങ്ങൾ എന്നെ ഓർമ്മിക്കുമ്പോൾ क्या होता है, ഞാൻ നിങ്ങളെ എത്ര മടങ്ങ് തിരിച്ച് ഓർമ്മിക്കുന്നുണ്ട്. ബാബയെ ഓർമ്മിക്കൂ, ബാബയുടെ മഹാവാക്യങ്ങളെ ഓർമ്മിക്കൂ. ഓട്ടോമാറ്റിക്കലി ചിന്തനം നടക്കണം. മുരളിയെക്കുറിച്ച് ചിന്തനം ചെയ്തുകൊണ്ടിരിക്കണം. बाबा के महावाक्य സച്ചിദാനന്ദ സ്വരൂപൻ ऑटोमेटिक ആശക്തി ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ബോധ മനസ്സിൽ शांत एकाग्र आनंदमय अर्थात आप सच्चे ചിത്ത് അർത്ഥം हो जाती है। ഉപബോധ മനസ്സ്. आपके कॉन्शियस माइंड में നിങ്ങളുടെ ബോധ മനസ്സ്, माना सबकॉन्शियस माइंड അതിൽ ഓട്ടോമാറ്റിക്കലി होता है, वही ആ സ്മൃതികൾ, സമ്പൂർണ്ണ ബ്രാഹ്മണ സ്വരൂപം, സോ ഫരിഷ്ത, സോ ദേവത, ആ സ്മൃതികൾ ഉണരാൻ തുടങ്ങും.
ഇതിലൂടെ മുരളിയിലെ പോയിന്റ്സ്, ഇന്നത്തെ മുരളി പോയിന്റ്സ് എന്താണോ, ഇന്നലത്തെ മുരളിയുടെ പോയിന്റ്സ് എന്താണോ, ബാബ എന്ത് പറഞ്ഞു അത് തന്നെ സ്മൃതിയിൽ ഉണർന്നു വന്നുകൊണ്ടിരിക്കും. ബാബയെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും, ഫീൽ ചെയ്യും. നമ്മൾ എങ്ങനെയാണ് സച്ചിദാനന്ദ സ്വരൂപം, ആ ശക്തിയുടെ കൂടെ ഇരിക്കുക, സത്യമായ ആനന്ദത്തിൽ ഇരിക്കണം, സത്യമായ ആനന്ദത്തിൽ കഴിയാൻ സാധിക്കണം. ബോധ മനസ്സിൽ സത്യമായ ചിന്തനം നടക്കണം, മുരളിയുടെ ചിന്തനം നടക്കണം, ബാബയുടെ കൂടെ ബാബ പറഞ്ഞ സംബന്ധം നടക്കണം. ബാബയുടെ ജ്ഞാനത്തിൻ്റെ ഓരോരോ പോയിന്റും, ബാബയിലുള്ള ഗുണം, ശാന്തി, സുഖം, സത്യമായ പ്രേമം, അതീന്ദ്രിയ സുഖം, ഇതിൻ്റെ എല്ലാ എക്സ്പീരിയൻസും വേണം. ശക്തി, അതിൻ്റെ എക്സ്പീരിയൻസ് വേണം. അതിൻ്റെ ആഴമേറിയ അനുഭവം ഉണ്ടായിരിക്കണം. അതിൻ്റെ ആഴമേറിയ അനുഭവം നമ്മൾ ചെയ്താൽ ശുഭഭാവനയിലേക്ക് അത് കൺവേർട്ടാകും. സങ്കല്പം ഭാവനയായിട്ട് മാറും, ഭാവന വൈബ്രേഷനായിട്ട് മാറും, ഭാവനയിൽ നിന്നാണ് വൈബ്രേഷൻ വരുന്നത്, അത് ബാബയുടെ അടുത്ത് എത്തും. ബാബ വൈബ്രേഷനെ ക്യാച്ച് ചെയ്താൽ ആ ആത്മാവിനെ പ്രതി ബാബയിൽ നിന്നുള്ള ഊർജം പോകും. പരിധിയില്ലാത്ത മംഗളകാരി വൈബ്രേഷനാണ് പോവുക. വരദാതാവിൻ്റെ വൈബ്രേഷൻ പോകും, ബാബ്ദാദയുടെ വൈബ്രേഷൻസ് പോകും. അത് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഞാൻ ആത്മാവ് അത് റിസീവ് ചെയ്യാൻ തുടങ്ങും, ബാബയിൽ നിന്ന് സ്വീകരിക്കാൻ സാധിക്കും. എന്നിൽ നിന്ന് ആ ശക്തി, ടച്ചിങ് പവർ മറ്റുള്ള ആത്മാക്കൾക്ക്, ആരെല്ലാം മനസ്സുകൊണ്ട് ദാഹിക്കുന്നുണ്ടോ അവർക്ക് കിട്ടും. ബാബയുടെ ശുഭ ആശയാണ് നമ്മളെ പ്രതി. എല്ലാവരെയും അനാഥരിൽ നിന്ന് ബാബയുടെ മക്കളാക്കി മാറ്റും. ആരൊക്കെ ദൂരെ ദൂരെ ഇരിക്കണ്ടോ, അമേരിക്കയിലോ ജർമ്മനിയിലോ, ആ ആത്മാക്കളുടെ ജപ്പാനിലോ ആരൊക്കെ ബാബയെ ഓർമ്മിക്കുന്നുണ്ടോ അവർക്ക് നമ്മുടെ വൈബ്രേഷൻസ് കിട്ടണം. ഇതാണ് മനസ്സാ സേവനം. ഇത് ചെയ്യണം. നമുക്ക് ആനന്ദം കിട്ടാൻ തുടങ്ങും ഇത് ചെയ്താൽ. ഇതിലൂടെ മനോഭാവത്തിൽ പരിവർത്തനം വരും. നമ്മുടെ മനോഭാവം, അമ്മയ്ക്ക് കുട്ടിയെ പ്രതിയുള്ള മനോഭാവം ഉണ്ടല്ലോ, എൻ്റെ കുട്ടി വളരെ ഇന്നോസെൻ്റ് ആണ്, വളരെ നിഷ്കളങ്കമാണ്, അതുപോലെ തന്നെ ബാബയ്ക്ക് എന്നെ പ്രതിയുള്ള മനോഭാവം, ബാബയുടെ വായുമണ്ഡലം എന്താണോ, ബാബ്ദാദയുടെ ശക്തി എന്താണോ അത് എന്നിലും നിറയണം, എന്നിലും കാണപ്പെടണം. നമ്മുടെ ദൃഷ്ടികോൺ മാറാൻ തുടങ്ങും. എല്ലാവരെയും പ്രതിയും, എല്ലാവരെയും ഫരിഷ്തയായിട്ട് കാണും, ബാബയുടെ കുട്ടികളായിട്ട് കാണും, ദേവതകളായിട്ട് കാണാൻ തുടങ്ങും. അവരുടെ ഒറിജിനൽ സ്വരൂപത്തെ നമ്മൾ കാണും. അവർ ജ്യോതിർബിന്ദു ആത്മാവാണ്. എല്ലാവരുടെ മസ്തകത്തിലും പ്രകാശിക്കുന്ന ആത്മാവിനെ കാണാൻ തുടങ്ങും. എല്ലാവരും ഫരിഷ്തകളാണ്. നമ്മൾ ഫരിഷ്ത സോ ദേവതയാകും. എൻ്റെ വീട്ടിൽ ലൗകികത്തിലോ അലൗകികത്തിലോ എല്ലാവരിൽ നിന്നും നമുക്ക് ഈ അനുഭൂതി ഉണ്ടാകാൻ തുടങ്ങും. അതിനനുസരിച്ചുള്ള വൃത്തി വരും, ദൃഷ്ടി ഉണ്ടാകും. നിങ്ങൾ എവിടെയുണ്ടോ അവിടെയുള്ള വായുമണ്ഡലം വളരെ ശ്രേഷ്ഠം, ദിവ്യമായിട്ട് മാറാൻ തുടങ്ങും. നിങ്ങൾ എവിടെ ജോലി ചെയ്യാൻ പോകുന്നുണ്ടോ, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഓഫീസിലോ കടകളിൽ പോകുന്നു, ട്രെയിനിൽ പോകുന്നു, കാറിൽ പോകുന്നു, എവിടെ നിങ്ങൾ പോകുന്നു, താങ്കളോടൊപ്പം ആ വായുമണ്ഡലം വന്നുകൊണ്ടിരിക്കും. ഇതാണ് സത്യമായ സമ്പാദ്യം. നിങ്ങളുടെ ഓറ പറയാറുണ്ടല്ലോ, ജ്ഞാനം, പവിത്രത, ശാന്തി, സത്യമായ പ്രേമം, ആനന്ദം, ഈ ശക്തികളാൽ, ഗുണങ്ങളാൽ സമ്പന്നമായ എനർജി, ഓറ, അതാണ് നിങ്ങൾക്ക് ചുറ്റും ശക്തിയുടെ ഒരു രൂപമുണ്ടാക്കുന്നത്. 8 ഫുട്ടോ 12ഓ 15ഓ എത്ര അടി വേണമെങ്കിലും നീളമുള്ള ഓറ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. എനർജി ബോഡി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എത്ര ബാബയെ ഓർമ്മിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ശക്തി കൂടും. മനസ്സ വാച കർമ്മണ എപ്പോഴും ബാബയുടെ ഓർമ്മയിലിരിക്കൂ. ബാബയുടെ കൂടെ സംബന്ധങ്ങളുടെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കൂ. ബാബയുടെ കൂടെ ഇരിക്കൂ. ഈ വായുമണ്ഡലം നിങ്ങളെ സഹായിക്കും. പുതിയ ഇംപ്രഷൻസ് നിങ്ങളുടെ ഉള്ളിൽ വരും. ബാബയുടെ കൂടെ പുതിയ റിലേഷൻഷിപ്പ് വയ്ക്കും. ജ്ഞാനം, യോഗത്തിൻ്റെ എക്സ്പീരിയൻസ് അനുഭവിക്കാൻ തുടങ്ങും. ബാബയുടെ അടുത്തു നിന്നുള്ള എക്സ്പീരിയൻസുകൾ കിട്ടും. അത് നിങ്ങളുടെ സംസ്കാരമായിട്ട് മാറും. ഇതിൽ അനുഭവം ചെയ്തുകൊണ്ടേയിരിക്കൂ. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ചെയ്യൂ. ഈ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കണം. ഈ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ കാരണത്താൽ നിങ്ങൾക്ക്
സ്വയത്തിന് എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധിക്കും. ശക്തിശാലിയായിട്ട് മാറിക്കൊണ്ടിരിക്കൂ. अपने आप को और ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ആനന്ദം എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതുക്കെ പതുക്കെ നിങ്ങളുടെ മുഖം, और एक बार इसका आनंद लेने लगेंगे നിങ്ങളുടെ മനസ്സെന്താണോ, മുഖത്തെ പറയില്ലേ മനസ്സിൻ്റെ കണ്ണാടി എന്ന്, മനസ്സിൽ എന്ത് ചിന്ത, ഭാവന, വൃത്തി, സ്മൃതികളാണോ നടക്കുന്നത്, തോട്ട്സ്, ഇമോഷൻസ്, മെമ്മറീസ്, അത് നിങ്ങളുടെ മുഖത്തിൽ കാണപ്പെടും. टीम जैसे इंग्लिश में ബാബ പറയില്ലേ അന്തിമത്തിൽ ചലനത്തിലൂടെ, മുഖത്തിലൂടെ നിങ്ങളുടെ ബാബയുടെ സാക്ഷാത്കാരം നിങ്ങൾ ചെയ്യുമെന്ന്. മുഖത്തിൽ കാണപ്പെടും. മുഖം പ്രകാശിക്കാൻ, തിളങ്ങാൻ തുടങ്ങും. हमारा मन जो हमारे मन में है वो हमारे चेहरे पे दिखाई देता നിങ്ങളുടെ മുഖത്തിലൂടെ ബാബയുടെ സാക്ഷാത്കാരം നടക്കാൻ തുടങ്ങും. है। बाप आपके चेहरा आपके ബാബയെ പ്രത്യക്ഷപ്പെടുത്താൻ ആദ്യം സ്വയത്തെ ബാബ് സമാനാക്കി മാറ്റാൻ ശ്രമിക്കൂ. अगर हमें बाप को प्रत्यक्ष करना तो നമ്മൾ ബാബ് സമാനായിട്ട് മാറിയാൽ, സമ്പന്നവും സമ്പൂർണവുമായിട്ട് മാറിയാൽ, ബ്രഹ്മബാബ സമ്പന്നവും സമ്പൂർണവുമായിട്ട് മാറി. बाप समान बने, അങ്ങനെ നമ്മളായാൽ संपूर्ण बनेंगे। നമ്മുടെ മുഖത്തിൽ നിന്ന് നമ്മുടെ മനസ്സ് ഇങ്ങനെയായിട്ട് മാറും, മന്മന ഭവയായിട്ട് മാറും. बनेंगे तो മുഖത്തിലൂടെ ബാബയുടെ പ്രത്യക്ഷത നടക്കും. हमारे मन जो हमारा मन നമ്മൾ നോക്കുന്നത്, मन मना भाव हो जाएगा। നമ്മുടെ കണ്ണുകൾ കമലനയനമായിട്ട് മാറും, സ്നേഹിയായിട്ട് മാറും, കമലമുഖം വരും. അതായത് സ്നേഹിയായിരിക്കും, വേറിട്ട ശബ്ദങ്ങളായിരിക്കും പറയുക. कमल मुख നമ്മൾ ചെയ്യുന്ന കർമ്മം വേറിട്ടതും സ്നേഹിയായിരിക്കും. ബാബയുടെ കാര്യങ്ങൾ എപ്പോഴും ഓർമ്മിക്കും. ജ്ഞാനം മാത്രമേ ഉള്ളിൽ പോവുള്ളൂ, മറ്റെന്തും കേട്ടാലും കേൾക്കാതിരിക്കും. ही अंदर जाएंगी വ്യർത്ഥമായതൊന്നും കാണില്ല. और कुछ बातें ഈ കേടുവന്നു പോയ ലോകം, സ്വാർത്ഥത നിറഞ്ഞ ലോകം, സ്വാർത്ഥത നിറഞ്ഞ സംബന്ധങ്ങളെ നോക്കില്ല. दुनिया को, चेची दुनिया को, स्वार्थी दुनिया को, स्वार्थी संबंधों को हम देखते हुए भी नहीं देखेंगे, ഇങ്ങനെയുള്ള ഫീലിങ്സ് നമ്മളുടെ അടുത്തേക്ക് വരും. बल्कि हमसे हर एक को ഇവർ ഫരിഷ്തയാണ്, वाइब्रेशन ഇവർ ദേവതയാണ്. फीलिंग आएगी। തൻ്റെ മുഖത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ, താങ്കളിലൂടെ ബാബയുടെ പ്രത്യക്ഷത നടക്കണം. അങ്ങനെയുള്ള മുഖം നിങ്ങൾക്ക് വന്നാൽ, आपके द्वारा കുറച്ച് സമയത്തിന് മുമ്പ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ. मैं जो आपको सत्य रिवाइज कर रहा हूँ 3 കാര്യങ്ങൾ. മുഖവും പെരുമാറ്റവും മാറിയാൽ, उसके लिए कैसे अनुभव करें उसको मैं रिवाइज പെരുമാറ്റം, ആഹാരം, जब आपका चेहरा और चलन വ്യവഹാരം. तो इससे പ്രാക്ടിക്കലി बदल जाएंगे। व्यवहार, നമ്മുടെ വ്യവഹാരം സ്വയത്തോടൊപ്പം, व्यवहार, आहार और विहार, തൻ്റെ ബന്ധുക്കളോടൊപ്പം, ലൗകിക അലൗകിക പരിവാരത്തോടൊപ്പം. अपने साथ, സെൻറ്ററിൽ നോക്കൂ, अपने संबंधियों के साथ, ധാരാളം സിസ്റ്റേഴ്സ് ഉണ്ട്, ബ്രദേഴ്സ് ഉണ്ടാകും. വീട്ടിൽ നമ്മളിരിക്കുന്നു, വീട്ടിലും അച്ഛനമ്മ, സഹോദരൻ, സഹോദരി, പത്നി, പതി, കുട്ടികൾ എല്ലാവരും ഉണ്ടാവും. ഓഫീസിൽ പോയി അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാകും, ബന്ധുക്കളുണ്ടാകും, തന്നെക്കാൾ ചെറിയവരുണ്ടാകും. എല്ലാവരോടുമുള്ള പെരുമാറ്റത്തിൽ പരിവർത്തനം വരും, ദൈവികമായിട്ട് മാറും, ദൈവിക ഗുണങ്ങളുള്ളവരായിട്ട് മാറും. 7 ഗുണങ്ങളുടെ മിക്സ്ചറാണ് ആ അവസ്ഥ. നമ്മൾ 7 ഗുണങ്ങളാൽ സമ്പന്നരായിട്ട് മാറിയാൽ മതി. അപ്പോൾ താങ്കളിൽ നിന്ന് എല്ലാവർക്കും പ്രേരണ കിട്ടും. കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ വരുമ്പോൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. तो जब कर्म में കൈകാലുകൾ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. आते हैं, पीते हैं, താങ്കളുടെ കർമ്മങ്ങളിലൂടെ 7 ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ, तो वो അത് കാണപ്പെടാൻ തുടങ്ങും. आपके द्वारा वो जो वो सातों एनर्जी സത്യത, പവിത്രത, നിർഭയത, അന്തർമുഖത, പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി, അനാസക്ത വൃത്തി, ഉപരാമവൃത്തി, भयता, अंतर्मुक्ता, ഏകാന്തവാസി, ഏകാഗ്രത, आसक्त वृत्ति, ഏകനാമി, വ്യർത്ഥത്തിൽ നിന്ന് മിതവ്യയ മാറുക. वासी, ഒരേ ഒരു അഭിപ്രായത്തിലിരിക്കുക, വിനയത്തിലിരിക്കുക, ബഹുമാനം നൽകുക, ഉദാരത, മധുരത, ക്ഷമ, ഗംഭീരത, സഹനശീലത, ദൃഢത, സന്തുഷ്ടത, ഹർഷിതമുഖം. സദാ ഹർഷിതമായിരിക്കാൻ തുടങ്ങും. സ്വമാനത്തിലിരുന്ന് സർവർക്കും ബഹുമാനം കൊടുക്കും. വിനയമുള്ളവർ ദാദിജിയുടെ വിശേഷ ഗുണമായിരുന്നു. सम्मान में रहते എല്ലാവർക്കും ബഹുമാനം കൊടുക്കുക, വിനയത്തിലിരിക്കുക, നിർമ്മലമായ വാക്കുകൾ പറയുക, ആജ്ഞാകാരിയായിരിക്കുക. ബാബയുമായിട്ടുള്ള സംബന്ധത്തിൽ നമ്മൾ ആജ്ഞാകാരിയായിരിക്കണം, പവിത്രമായിരിക്കണം, നിരന്തര യോഗിയായിരിക്കണം. ബാബയുടെയും അമ്മയുടെയും ആജ്ഞയാണിത്. पवित्र भाव, निरंतर योगी भाव, ये बाप की आज्ञा है। ബാബയുടെയും മാതാവിൻ്റെയും ആജ്ഞ പാലിക്കണം. അച്ഛനിൽ നമ്മൾ വിശ്വസ്തനായിരിക്കണം. ഒരു ബാബ, രണ്ടാമതൊരാളില്ല. സത്യസന്ധരായിരിക്കണം ടീച്ചറിൻ്റെ അടുത്ത്. बाप से സത്യസന്ധത.
നമ്മളെ പഠിപ്പിക്കുകയാണല്ലോ. അതിലെ ഓരോ പാഠത്തെയും സത്യസന്ധമായി ശുദ്ധമായ മനസ്സോടെ ലൈഫിലേക്ക് പ്രാക്ടിക്കലാക്കണം. ബാബ പറയുന്ന മഹാവാക്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങണം. അതിൻ്റെ സ്വരൂപമായിട്ട് നമ്മൾ മാറണം. ഇതിനെയാണ് പറയുന്നത് സത്യസന്ധത. സദ്ഗുരുവിൻ്റെ രൂപത്തിൽ ആജ്ഞാകാരിയായിട്ട് മാറണം. അന്തിമ സമയമാണ്. ദേഹത്തിൻ്റെ സർവ്വസംബന്ധം, പദാർത്ഥം, സ്വഭാവ സംസ്കാരം എല്ലാത്തിനെയും ബുദ്ധിയിൽ നിന്ന് ത്യാഗം ചെയ്യുക. നമ്മൾ സൂക്ഷ്മ ചൈതന്യ ബിന്ദുവാണ്. പരംധാം വീട്ടിൽ ഞാൻ സൂക്ഷ്മ പരമ ചൈതന്യ പരമ ജ്യോതി സ്വരൂപനായ ബാബയുടെ അടുത്തു പോയിട്ടിരിക്കൂ. സദാ ബാബയോടൊപ്പം കമ്പൈൻഡ് സ്ഥിതിയുടെ അനുഭവം ചെയ്താൽ എല്ലാം ചെയ്യുമ്പോഴും അപ്പോൾ 8 മണിക്കൂർ നമുക്ക് ബാബ പറയുന്ന ചാർട്ട് വയ്ക്കാൻ സാധിക്കും. വികർമ്മം വിനാശമാകും. ബാബയും വളരെ സന്തുഷ്ടമാകും. അങ്ങനെയാണ് ബാബയിൽ നിന്ന് നമുക്ക് സഹയോഗം കിട്ടുക. അപ്പോഴാണ് ബാബ നമ്മളെ കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. സൂക്ഷ്മലോകം വരെ വന്നു. പിന്നെ അവിടെ നിന്ന് ബാബ കൊണ്ടുപോകും. പിന്നെ അവിടെ നിന്ന് സുഖധാമത്തിലേക്ക് ബ്രഹ്മബാബയോടൊപ്പം രാജധാനിയിൽ വരും. ഈ തരത്തിൽ അനുഭവം ചെയ്തുകൊണ്ട് താങ്കൾ നിരന്തരം താങ്കളുടെ വ്യവഹാരം ഇങ്ങനെയായിട്ട് മാറണം. ആഹാരം വളരെ ശുദ്ധവും സാത്വികവുമായിരിക്കണം. വളരെ കുറച്ച് കഴിക്കൂ. ബാബയുടെ ഓർമ്മയിൽ കഴിക്കൂ. ദാദിമാരെ കാണാൻ സാധിക്കും നമുക്ക്. നമ്മുടെ വായുമണ്ഡലം അത് 7 ഗുണങ്ങൾ കൊണ്ട് നിറയും. നമ്മുടെ എനർജി ബോഡി വലുതാകും. ബാബയുടെ കൂട്ടേട്ടിലിരിക്കണം. എന്ത് ചെയ്യുമ്പോഴും ബാബയുടെ ഓർമ്മയിലിരിക്കണം. ഫരിഷ്തകളെ പോലെ ആയിരിക്കണം. ഇങ്ങനെയുള്ള പെരുമാറ്റമായിരിക്കണം. ഉറക്കം പോലും ഫരിഷ്തകളുടേത് പോലെ ആയിരിക്കണം. ബാബയുടെ മടിത്തട്ടിൽ ഉറങ്ങൂ. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും സൂക്ഷ്മവതനവാസിയാകൂ. പിന്നെ ആൾക്കാർ പറയില്ലേ ചായ കോഫിയിൽ അഡിക്ഷൻ ഉണ്ട് എന്ന്. അതുപോലെ ഇത് അഡിക്ഷനായിട്ട് മാറണം. നമ്മുടെ സ്വഭാവമായിട്ട് മാറണം. സംസ്കാരം ശീലമായിട്ട് മാറണം. ഓരോ ചുവടിലും ബാബയുടെ കൂട്ടേട്ടിലിരിക്കൂ. ഓരോ സ്റ്റെപ്പിലും സർവ്വസംബന്ധവും ബാബയുടെ അടുത്ത് നിന്ന് അനുഭവം ചെയ്യൂ. അപ്പോൾ എന്താകും? ഫരിഷ്ത സുദേവത. ഫരിഷ്ത അർത്ഥം നമ്മുടെ മനസ്സ് 100% പാവനമാകുന്നു. ദൈവിക ഗുണങ്ങൾ നമ്മുടെ ഓരോ സങ്കല്പങ്ങളിലും വാക്കിലും കർമ്മത്തിലും ഉണ്ടാകണം. ഫരിഷ്ത സുദേവത ഇതാണല്ലോ ലക്ഷ്യം. ഏതുപോലെ എന്നാൽ ഒരു വൃക്ഷത്തിൽ നോക്കിയാൽ എന്താണ് വരിക? വൃക്ഷത്തിൽ ആദ്യം ഇലകൾ വരും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയാൽ അതിൽ ചെറിയ ചെറിയ മുട്ട് വരും. അത് പിന്നെ പുഷ്പമായിട്ട് മാറും. അതാണ് ഫരിഷ്ത. ഫുൾ ഫ്ലവറായിട്ട് സുഗന്ധമുള്ളതായിട്ട് മാറിയാൽ ആരായിട്ട് മാറി? നമ്മൾ ഫരിഷ്ത. അതിൽ നിന്ന് ദേവതയായിട്ട് മാറുക, ഫ്രൂട്ടായിട്ട് മാറുക, ഫലമായിട്ട് മാറുക. വീണ്ടും ആ ഫലത്തിൽ നിന്ന് വരും വിത്ത് വരും. അങ്ങനെ ബ്രാഹ്മൺസോ ഫരിഷ്ത സോ ദേവത ആയിട്ട് മാറും. അപ്പോൾ ബീജരൂപസ്ഥിതി പ്രാപ്തമാക്കുക. ബാബയുടെ അടുത്ത് വരിക. ബാബയുടെ കൂടെ ഇരിക്കുക. അങ്ങനെ വീണ്ടും താഴോട്ട് വരിക. ഇതാണ് ബാബ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഭ്യാസം. ദാദിയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം നിങ്ങളോട്. നമ്മുടെ ദാദി പ്രകാശ് മണിജി കണ്ടിട്ടുണ്ട് ദാദിയെ. 89 മുതൽ ദാദിയെ വളരെ ക്ലോസ് ആയിട്ട് അറിയാം എനിക്ക്. ദാദി പറയാറുണ്ട്, ഗുപ്താജി താങ്കൾ മുരളിക്ക് ശേഷം 5 മിനിറ്റ് തീർച്ചയായിട്ടും വന്ന് എന്നെ കാണണം. എനിക്ക് പനിയുണ്ടോ ഇല്ലയോ, ഞാൻ വിളിച്ചോ വിളിച്ചില്ലയോ, 5 മിനിറ്റ് എൻ്റെ അടുത്തേക്ക് വരണം. ദാദി ക്ലാസ്സിന് ശേഷം ദാദി മീറ്റിംഗ് റൂമിൽ, അവിടെ എപ്പോഴും ദാദി ഇരിക്കാറുണ്ട് മീറ്റിംഗ് റൂമിൽ. ദാദിയുടെ അടുത്ത് പോകും. ദാദി എന്നോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. ദാദി ഒരിക്കൽ പറഞ്ഞു എന്നോട്, ഗുപ്താജി ഇൻചാർജ് എന്ന് ആരെയാണ് പറയുന്നത് അറിയോ? ഞാൻ പറഞ്ഞു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ലേ പറയുക ദാദി. അപ്പോൾ ദാദി സുന്ദരമായൊരു കാര്യം പറഞ്ഞു. അത് ഇന്ന് വരയ്ക്കും എൻ്റെ ഉള്ളിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദാദി പറഞ്ഞു, ഇൻചാർജ് എന്നതിനർത്ഥം ആരാണോ ഉള്ളിലിരുന്നിട്ട് തൻ്റെ
അന്തർമുഖി ആന്തരിക സ്ഥിതിയിലിരുന്നുകൊണ്ട് തൻ്റെ സത്യസ്വരൂപത്തെ ആരാണോ അനുഭവം ചെയ്യുന്നത്, सत्य स्वरूप को अनुभव പരംധാം വീട്ടിൽ ബാബയോടൊപ്പം കമ്പൈൻഡായി ഇരുന്ന് പവർ ഹൗസിൽ നിന്ന് നിരന്തരം ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, से निरंतर कंबाइंड रहे, 7 ഗുണങ്ങൾ കൊണ്ട് സ്വയത്തെ നിറച്ചുകൊണ്ടിരിക്കുന്നവർ, ആരെല്ലാം അവരുടെ സമ്പർക്കത്തിലേക്ക് വരുന്നോ, ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആരെല്ലാം അവരുടെ കൂടെ വരുന്നോ സേവാധാരികൾ, रहता है उसके साथ रहने അവർക്കും തോന്നും ഇദ്ദേഹം ഇൻചാർജ് ആണെന്ന്. को इंचार्ज समझ ജ്ഞാനം, പവിത്രത, ശാന്തി, പ്രേമം, സുഖം, ആനന്ദം അതുകൊണ്ട് നിറച്ചുകൊണ്ടിരിക്കും. ഇൻചാർജ് എന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ അടുത്ത് ആര് വന്നാലും അവർക്ക് ശാന്തി, പവിത്രത, പ്രേമം, സുഖം, ആനന്ദം കൊണ്ട് അവരെയും നിറയ്ക്കണം. ആ ദിവസമാണ് എനിക്ക് മനസ്സിലായത് ഇൻചാർജ് എന്നതിൻ്റെ അർത്ഥം എന്താണ്. ദാദിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ദാദി വളരെ കുറച്ചേ സംസാരിക്കുമായിരുന്നുള്ളൂ. ദാദി കൂടുതലും ചെയ്തിട്ടാണ് പഠിപ്പിച്ചിരുന്നത്. करके सिखाती थी हर कर्म। ദാദിയുടെ പ്രാക്ടിക്കൽ സ്വരൂപം ഞാൻ കണ്ടിട്ടുണ്ട്. दादी का മുരളിക്ക് ശേഷം ദാദിയുടെ അടുത്ത് പോയാൽ मैं दादी के पास जब പലരും ദാദിയെ കാണാൻ വേണ്ടി വരും. ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് വരും. आते थे, डिपार्टमेंट हेड आते थे अपने किसी भाई को लेकर के, ദാദി ഇവർ നന്നായി സേവനം ചെയ്യുന്നില്ല, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പലരെയും കൊണ്ടുവരും ദാദിയുടെ അടുത്തേക്ക്. എനിക്കൊരു പ്രാവശ്യം ഓർമ്മയുണ്ട്, എപ്പോഴും ഓർമ്മ വരുന്നൊരു കാര്യം, बहुत अच्छे से याद बार बार याद आती है जब मैं अपने भाई बहनों ശാന്തിവനിൽ മധുബനിൽ ഞാൻ ഹോസ്പിറ്റലിലുള്ള സമയത്ത് തന്നെ से मधुबन में था तब ദാദി എങ്ങനെയാണ്, संपर्क में आता तो मैंने देखा ദാദിക്ക് എല്ലാവരോടും വളരെ സ്നേഹമായിരുന്നു. കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ദാദി തുറക്കാൻ പറയും, പലപ്പോഴും പ്രകാശ് പടേ പറയും വിൻഡോ തുറക്കൂ. ദാദി ഒരിക്കലും കാറിൻ്റെ ഗ്ലാസ് അടയ്ക്കാൻ അനുവദിച്ചിരുന്നില്ല. എല്ലാവരും ദാദിയെ കാണുമ്പോൾ കൈ വീശുമായിരുന്നു. ദാദി എല്ലാവർക്കും സകാശം കൊടുക്കും. ഓം ശാന്തി ഭവനിൽ നിന്ന് വരും, എവിടെ പോവുകയാണെങ്കിലും മീൻസ് കാറിൻ്റെ വിൻഡോ അടയ്ക്കാൻ അനുവദിച്ചിരുന്നില്ല. വളരെ സുന്ദര സ്വഭാവമായിരുന്നു ദാദിയുടേത്. सुंदर स्वभाव था। ഒരു ബ്രദർ दादी के ദാദിയുടെ അടുത്ത് വന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത് വിടൂ. അപ്പോൾ ദാദി ഒറ്റയ്ക്കായിരുന്നു, ഞാൻ അടുത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ദാദി ഈ ഭായിയെ ഒന്ന് കാണൂ, ഞാൻ പോവാം, आप उनसे भाई से കുറച്ച് കാര്യം സംസാരിക്കൂ, आपको आगे സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദാദി പറഞ്ഞു ഇല്ലല്ല ഇരിക്കൂ. मैं जाता हूँ। नहीं नहीं गुप्ता जी आप ഞാൻ കണ്ടു ദാദി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. ആ ഭായി വന്നു, ദാദിയുടെ അടുത്തിരുന്നു, ചെയറിലിരുന്നു, बैठो। भाई आया, दादी के सामने बैठा, चेयर पे വളരെ സ്നേഹത്തോടെ ദൃഷ്ടി കൊടുത്തു. बैठा ही बैठा वो भाई ദാദി അവരുടെ മഹിമ പാടാൻ തുടങ്ങി. दादी उसकी महिमा करने लगी। ഇത്ര വർഷമായിട്ട് നിന്നെ എനിക്കറിയാം, കുട്ടി നീ ഈ സേവനം ചെയ്തിട്ടുണ്ടല്ലോ, ഓം ശാന്തി ഭവനിൽ എത്ര സേവനം ചെയ്തു, കുട്ടി നീ ഇത് ചെയ്ത ആളാണല്ലോ, അത് ചെയ്ത ആളാണല്ലോ, ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, बनाया तुमने, वो बनाया। എല്ലാം അവരുടെ മഹിമ ഇരുന്ന് പാടുന്നുണ്ടായിരുന്നു ദാദി. ഞാൻ ചിന്തിച്ചു ആ ഓരോരുത്തരുടെയും കാര്യം എത്ര ഓർമ്മയാണ് ദാദിജിക്ക്. मेरे सामने उस വളരെ നല്ല ബ്രദറാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം, ആരോഗ്യത്തിന് പ്രശ്നമുണ്ടെങ്കിൽ. ഓം ശാന്തി ഭവനിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ करती हूँ तो मुझे खुद में अगर बता എനിക്ക് പോലും മടി തോന്നിയിട്ട് എഴുതി കൊടുക്കുമായിരുന്നു. പലരും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നോട് വന്ന് പറയൂ, എനിക്ക് തരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മുന്നി ബഹന് കൊടുക്കുമെന്ന് പറഞ്ഞു. दे दिया करो। मुन्नी बहन को बुलाया, മുന്നി ബഹനോട് വിളിച്ചിട്ട് പറഞ്ഞു ഗിഫ്റ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. रात लेके आओ इसमें, അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തു ആ ബ്രദർക്ക്. उसको सौगात दी। വേറെയും ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തു. അത് ആ ഗിഫ്റ്റ് ധരിപ്പിച്ചു. എന്നിട്ട് ടോളി കൊടുത്തു. എക്സ്ട്രാ ടോളി വെച്ചിരുന്നു, ആ ടോളി എടുത്തു കൊടുത്തു ദാദി. എന്നിട്ട് ദാദി പറഞ്ഞു നല്ല സഹോദരനാണ്, നല്ല കുട്ടിയാണ് ബാബയുടെ, ബാബയുടെ കണ്ണിലെ പ്രകാശമാണ്, ബാബയുടെ മസ്തകമണിയാണ്. देखो बाबा की मस्तक मणि ഞാൻ കണ്ടു അദ്ദേഹം സ്വയം खुद ही पिघल ഉരുകാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു സോറി ദാദി, ഞാൻ ഇനി തെറ്റ് ചെയ്യില്ല, ഞാൻ ഇങ്ങനെ ജീവിക്കാം, ഞാൻ ഇങ്ങനെ ചെയ്തോളാം ദാദി, ഞാൻ സേവ ചെയ്തോളാം, ആജ്ഞാകാരിയാകാം. ഇന്നും രാത്രിയും പകലും ബാബയുടെ സേവനത്തിൽ ആത്മാവ് ബിസി ആയിരിക്കേണ്ടത് ഞാൻ കാണുന്നുണ്ട്. सेवा कर रहा है। കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. 22 साल पुरानी बात हो गई। ഇൻചാർജ് ബ്രദർ എവിടെയോ പോയിരുന്നു, चला गया कभी का छोड़ के। ആ ഡിപ്പാർട്ട്മെൻറ്റിലെ. वो जो है ना क्या था, दादी उसको दर्पण दिखा, ദാദി ആ സമ്പൂർണതയുടെ സ്വരൂപം കാണിക്കുമായിരുന്നു. ആര് ദാദിയുടെ അടുത്ത് വരുമായിരുന്നു जो भी बहन आते थे അവർക്ക് തൻ്റെ മുഖം ദാദിയിൽ കാണാമായിരുന്നു. അപ്പോൾ ഉള്ളിലുള്ള കറ കാണാൻ പറ്റുമായിരുന്നു ദാദിയുടെ അടുത്ത് വന്നാൽ. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻചാർജ് പോയിരിക്കുകയായിരുന്നു. दादी को कहा दादी आप तो उसकी അപ്പോൾ പറഞ്ഞു ദാദി ഇത്ര മഹിമയൊക്കെ പാടിയല്ലോ അവരെക്കുറിച്ച്, ഒരു പ്രാവശ്യം പോലും ചെയ്ത തെറ്റ് ചോദിച്ചില്ലല്ലോ ദാദി എന്ന് പറഞ്ഞു. आपने ऐसा ദാദി പറഞ്ഞു നോക്കൂ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, इतने दादी
ഞാൻ മഹിമയിലെ പാടിയത് എല്ലാം കൊടുത്തല്ലോ, അദ്ദേഹം സ്വയം തിരിച്ചറിഞ്ഞല്ലോ. तो आप अपने आप ही സമ്പൂർണതയുടെ കണ്ണാടിയാണ് ദാദി. ആരെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ അവരെ വീക്കാക്കുകയല്ല ചെയ്യാറുള്ളത് ദാദി, അവരെ ചാർജാണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുമായിരുന്നു. അവരുടെ ഉള്ളിൽ എന്ത് കുറവാണോ വന്നത് ശക്തി കൊടുത്തുകൊണ്ട് തിരിച്ചറിവിലേക്ക് അവരെ കൊണ്ടുവരികയാണ് വേണ്ടത്. അത് ഓട്ടോമാറ്റിക്കലി അവർ തിരിച്ചറിഞ്ഞോളും. അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേഷനായിരുന്നു ദാദിജിയുടേത്. ആരും ദാദിയെ മറക്കില്ല. ഓഗസ്റ്റ് മാസം ദാദിയുടെ അവ്യക്ത മാസമാണ്, സ്മൃതി മാസമാണ്. ദാദിയുടെ സ്മൃതി ഇങ്ങനെ എമർജായിക്കൊണ്ടിരിക്കും. ऐसे से इमर्ज होती हैं मन ദാദി പലപ്പോഴും എന്ത് ചെയ്യുന്നാൽ ഓർമ്മ വരുന്നു, ദാദിയുടെ അടുത്ത് പോവും. അവിടെ ബാബയുടെ ഫോട്ടോ ഉണ്ടല്ലോ മീറ്റിംഗ് റൂമിൽ. ദാദി പറയും, ദാദി ഇരിക്കും ഒറ്റയ്ക്ക് അവിടെ. ദാദി പറയും, ഗുപ്താജി ഞാൻ ബാബയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്, എങ്ങനെയാണോ താങ്കളോട് സംസാരിക്കാറുള്ളത്. ഇടയ്ക്ക് ക്ഷീണം എന്തെങ്കിലും വന്നാലുണ്ടല്ലോ ബാബ വന്നിട്ട് എനിക്ക് മസാജ് ചെയ്ത് തരാറുണ്ടെന്ന് പറയും. मेरी मालिश कर എനിക്ക് ഓർമ്മയുണ്ട് ഒരിക്കൽ എന്തുണ്ടായി എന്നാൽ ഹാർട്ടിൻ്റെ പ്രോഗ്രാം, CAD പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ആരംഭത്തിൽ ധാരാളം ഡോക്ടേഴ്സ് ഒന്നും വരുമായിരുന്നില്ല. भी नहीं आते थे। കുറച്ച് പേഷ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. 10-15 പേഷ്യൻസ് ഒക്കെ വരുമായിരുന്നുള്ളൂ. 10 भी होते थे कभी कभी। പക്ഷെ 10-15 പേഷ്യൻസ് തന്നെ तो 10 पेशेंट പല പല പ്രോബ്ലംസ് ഉള്ളവരായിരുന്നു. ചിലർക്ക് ഡയബറ്റിക് പ്രോബ്ലം, ചിലർക്ക് ബ്ലഡ് പ്രഷർ പ്രോബ്ലം, ചിലർക്ക് ഹാർട്ട് പ്രോബ്ലം ഉള്ളവർ, जिसको माइग्रेन ചിലരുടെ കൂടെ യുഗിൾസ് ഉണ്ടാകും, ഹസ്ബൻഡ് വൈഫ് ഉണ്ടാകും, രണ്ടുപേർക്കും പ്രോബ്ലം ഉള്ളവരുണ്ടാകും. രാത്രി എന്താകുമെന്നാൽ तो रात को क्या होता था कई बार मैं दिन में तो सारा दिन ആരംഭകാലം 98ലെ കാര്യമാണ്. नहीं थे शुरू ലെക്ചേഴ്സ് ഒന്നും ആ സമയത്ത് തയ്യാറായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല, മെറ്റീരിയൽസ് ഒന്നും. എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അറിയുമായിരുന്നില്ല. ബാബയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. लिखवाता था कराता था ഷീലുബഹൻ രാജയോഗ ശിവർ എടുക്കുമ്പോൾ അവിടെ ഇരുത്തുമായിരുന്നു, സ്പെഷ്യലായിട്ട് എടുത്തു കൊടുക്കും. ट्रांसपेरेंसी बनाता था पेन से पीछे बैठ के बनाता था 9:30 ക്ലാസ് ഉണ്ടാകും, അതിലെടുക്കാൻ അതെടുക്കും. പിന്നെ എക്സ്ട്രാ ക്ലാസ് ഞാൻ തയ്യാറാക്കും. क्लासेस बनाता അങ്ങനെ റെഡിമെയ്ഡ് ഉണ്ടായിരുന്നില്ല, മെറ്റീരിയൽസ് ഉണ്ടാക്കുമായിരുന്നു സേവനത്തിന് വേണ്ടി. പിന്നെ ഇടയ്ക്ക് പേഷ്യൻസിൻ്റെ കോൾ വരും, വാർഡിൽ എമർജൻസി വരുമ്പോൾ പോകേണ്ടി വരും. में भी कई बार इमरजेंसीज होती थी നമ്മുടെ ഗ്ലോബൽ ഹോസ്പിറ്റലിൽ എമർജൻസി വന്നാൽ പോകേണ്ടി വരും. ग्लोबल हॉस्पिटल में आते വാർഡിൽ ഏതെങ്കിലും പേഷ്യൻറ്റിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അവരെ നോക്കാൻ പോകണം. मेरे अंडर आके दाखिल രാത്രിയും പോകേണ്ടി വരും, കോൾസ് വരുമായിരുന്നു. मैं भी उनको देखने जाना पड़ता उनकी भी कॉल्स आती थी അതിൻ്റെ ഇടയിൽ ഈ 15 പേരുണ്ടല്ലോ, അവരെയും സ്പെഷ്യലായിട്ട് നോക്കണം. ഒരു രാത്രിയിലെ കാര്യം ഞാൻ പറയാം. तो एक रात की बात है कि मैं എല്ലാം ക്ലാസ്സൊക്കെ പൂർത്തിയായി. ഏകദേശം 10 മണിക്ക് വന്നു റൂമിലേക്ക്. ഉടൻ തന്നെ കോൾ വന്നു. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു, പേഷ്യൻറ്റിനെ കണ്ടു, മരുന്നൊക്കെ കൊടുത്തു, എല്ലാം ചെയ്തു കൊടുത്തു. क्या है उनको दवाई അപ്പോഴേക്കും അടുത്ത റൂമിൽ നിന്ന് കോൾ വന്നു. അപ്പോൾ അവിടെ പോയി. फिर उस कमरे में അപ്പോഴേക്കും അടുത്ത ഗ്രൂപ്പിൽ നിന്ന്, അപ്പോഴേക്കും അടുത്ത റൂമിൽ നിന്ന്, അങ്ങനെ 3 മണിയായി രാവിലെ. ऐसे करते करते 3 बजे ഒരു മിനിറ്റ് പോലും ഉറങ്ങിയിട്ടില്ല. റൂമിലെത്തും, അപ്പോഴേക്കും കോൾ വരും. വീണ്ടും റൂമിലെത്തും, അപ്പോഴേക്കും അടുത്ത കോൾ വരും. फिर एक कमरे പിന്നെ ഇടയ്ക്ക് വാർഡിൽ നിന്ന് കോൾ വരും. അങ്ങനെ രാത്രി മുഴുവൻ ഹോസ്പിറ്റലിലായിരുന്നു. ക്ഷീണിച്ചു പോയിരുന്നു ചെയ്തിട്ട്. में इतना थक അത്രയും ഉറക്കം വരുന്നുണ്ടായിരുന്നു. 3 മണിക്ക് റൂമിലെത്തി. थका हुआ था 3 बजे ഇത്രയും ഞാൻ ക്ഷീണിച്ചു, और जैसे मुझे लगा ഇനി ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് ബാബടയിൽ ഞാൻ പറഞ്ഞു. ബെഡിലിരുന്ന് പറഞ്ഞു, ബാബ बेड पे बैठ ഇന്ന് എനിക്ക് ഭയങ്കര വീക്ക്നെസ് തോന്നുന്നു, ബാബ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി എന്ന് പറഞ്ഞു. कर पाऊंगा അമൃതവേള ചെയ്യാനും എനിക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി തന്നിരുന്നു. അമൃതവേള യോഗം ചെയ്യുമ്പോൾ സ്റ്റേജിലിരിക്കണം. हो गए फिर बाद में जब तक അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞാൽ വാക്കിങ്ങിന് പോകണം. वॉक करानी होती थी नहा धो के तैयार होते हुए वॉकिंग करा ഷീലുബേൻ 7 മണിക്ക് വരും, അതിനു മുമ്പ് മെഡിറ്റേഷൻ ഉണ്ടെങ്കിൽ പോകണം. 8 वो क्लास അങ്ങനെ ഒരു സീക്വൻസ് ആയിരുന്നു. फिर उसके बाद ऐसे അതിനുശേഷം 9:30 എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. जी मेरी क्लास मुझे क्लास അപ്പോൾ രാത്രി വരെ ഫുൾ ബിസി ആണല്ലോ, 10 മണി വരെ ബിസി ആയിരിക്കും. 10 बजे तक കണ്ടിന്യൂസ് റുട്ടീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, ബാബ ഇന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഉറങ്ങിയിട്ടുമില്ല രാത്രി, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. कदम पे एक ഭയങ്കര തലവേദനിക്കണു, ശരീരം വേദനിക്കണു, कर रहा सारा शरीर दर्द कर रहा ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് എനിക്ക് ദാദി പറയുന്ന ഒരു കാര്യം ഓർമ്മ വന്നത്. ക്ഷീണം വരുമ്പോൾ ഞാൻ ബാബയോട് പറയും, ബാബ വന്നിട്ട് മസാജ് ചെയ്ത് തരും. मालिश कर देता है അപ്പോൾ ബാബയുടെ ചിത്രം അവിടെ തന്നെ ഉണ്ടായിരുന്നു എനിക്കടുത്ത്. बाबा के चित्र तो लगा ഞാൻ ഇങ്ങനെ ബാബയുടെ ചിത്രം നോക്കിയിട്ട് പറഞ്ഞു, ദാദിയുടെ മസാജ് ചെയ്യുമല്ലോ ബാബ, അതുപോലെ എൻ്റെ ചെയ്യില്ലേ? എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ആ സെക്കൻഡ്. तो मुझे याद आता है രാവിലെ 3 മണി ആയിട്ടുണ്ട്, 3 बजे होंगे 3:05 होंगे ഏർലി മോർണിംഗ് 3 മണി, रात को അമൃതവേള സമയം. അങ്ങനെ എന്തോ ഉണ്ടായി എൻ്റെ ശിരസിൽ, എന്തോ ഉണ്ടാകാൻ തുടങ്ങി. എന്തോ മെസ്സാജ് ചെയ്യുന്ന സമയത്ത് ഒരു സുഖം ഉണ്ടാവില്ലേ? बारिश हो रही होती है
വളരെ അത്ഭുതകരമായ വേറിട്ട ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാകാൻ തുടങ്ങി. अनुभूति ഫുൾ തലയിൽ ആ ഒരു അനുഭവം ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ മുഖത്തിൽ, ശരീരത്തിൽ, അങ്ങനെ ഓരോരോ സെല്ലിലും എനിക്ക് എക്സ്പീരിയൻസ് വരാൻ തുടങ്ങി. ആരോ മസാജ് ചെയ്യുന്നത് പോലെ, से मालिश हो रही है. आपने कभी आपने സന്തോഷത്തിൻ്റെ ഒരു മസാജ് കിട്ടിയതുപോലെ തോന്നി. शेक होता सिर की मालिश अलग चीज है. ഫുൾ ബോഡി, सारे എല്ലാ സെല്ലും सिर की पूरे ആ മസാജിലൂടെ വളരെ ഫ്രഷ് ആയിട്ട് മാറി. की റിലാക്സ്ഡ് ആയിട്ട് ഞാൻ മാറി. अंदर तक ഓരോരോ കർമ്മേന്ദ്രിയങ്ങളുടെ മസാജും നടക്കുന്നത് പോലെ തോന്നി. हाथों की मतलब ऊपर वाले हाथ शोल्डर എല്ലാ കർമ്മേന്ദ്രിയങ്ങളുടെയും മസാജ് നടന്നു. വളരെ വേറിട്ട എക്സ്പീരിയൻസ് ഉണ്ടായി. ശിരസ് മുതൽ പാദം വരെ, पैरों में सारे ऊपर से लेकर नीचे तक ശിരസ് മുതൽ പാദം വരെ अंगूठे से लेकर ഫുൾ ശരീരത്തിലും എനർജി നിറഞ്ഞു. ഭാരരഹിതമായ അവസ്ഥ ഉണ്ടായി. അത്രയ്ക്കും ഭാരരഹിതമായിട്ട് മാറി. പുഷ്പം പോലെയായി എൻ്റെ ശരീരം. मेरा सारा शरीर एकदम फूल जैसा हल्का हो गया. പുഷ്പം പോലെയായിട്ട് മാറി. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ക്ഷീണവുമില്ല, ഉറക്കത്തിൻ്റെ ആ ഒരു ലഹരിയില്ല. എല്ലാം പോയി പെട്ടെന്ന്. नशा कुछ भी ഞാൻ ഫ്രഷായി, തീർത്തും ഫ്രഷായി. ऐसे फ्रेश हो ഒരു മിനിറ്റ് പോലും വേണ്ടി വന്നില്ല അത് നടക്കാൻ. ഞാൻ ഫ്രഷായി. അപ്പോഴേക്കൊരു കോൾ വന്നു. मैं फ्रेश हो പേഷ്യൻറ്റിനെ കാണാൻ പോയി വന്നു, റെഡിയായി, ബ്രഷ് ചെയ്തു. അതിനുശേഷം 4 മണിക്ക് അമൃതവേള യോഗത്തിന് പോയി. ഫുൾ ഡേ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ക്ഷീണം എന്താണെന്ന് പോലും അറിഞ്ഞില്ല, വീക്ക്നെസ് എന്താണെന്ന് പോലും അറിഞ്ഞില്ല. कमजोरी क्या होती है बेचारा दिन എപ്പോഴെല്ലാം ക്ഷീണം വരുമോ ഞാൻ ബാബയുടെ അടുത്ത് പറയാറുണ്ട്, ബാബ जाता था कुछ भी നോക്കൂ എന്താ ചെയ്യുക ബാബ, ബാബ വരുമോ എന്ന് ഞാൻ ചോദിക്കും. ബാബ ഇത് ചെയ്തു തരൂ ബാബ. അങ്ങനെയുള്ള വണ്ടർഫുൾ ഫീലിംഗ് എനിക്ക് കിട്ടി. तो मुझे ऐसी ദാദി ഇടയ്ക്ക് പറയുമായിരുന്നു, ദാദി പറയും, दादी की तरह ദാദി ഇത്രയും കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ, ഇത്രയും പേരെ കാണുന്നുണ്ടല്ലോ, 2000 പേരോളം ഡെയിലി മീറ്റിംഗ് ഹാളിൽ ഇത്രയും പേരെ ദാദി കാണുമായിരുന്നു പേഴ്സണലി. शांति में ദാദി ശാന്തിവനിൽ വന്ന സമയത്ത് എത്ര പേരുമായിട്ട് മീറ്റിംഗ് നടത്തും, കൂടിക്കാഴ്ച നടത്തും. 2000 പേർക്ക് വരെ അറ്റ് എ ടൈം ദൃഷ്ടി കൊടുത്ത് ടോളി കൊടുക്കുമായിരുന്നു ദാദിജി. ऐसे ऐसे करके ഇടയ്ക്ക് മുന്നി ദീദി പറയും വന്നിട്ട്, ഞാൻ കൊടുക്കാം ദാദി തരൂ. 2000 പേർക്കൊക്കെ ഒരേ സമയത്തിരുന്ന് കൊടുക്കും ദാദി. भाई बहनों को दे रही है. പാർട്ടിക്ക് ശേഷം പാർട്ടി വന്നുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും ദാദി തൻ്റെ കൈ കൊണ്ട് ടോളി കൊടുക്കും. वो अपने हाथ से टोली दे रही है. പാർട്ടിക്ക് ശേഷം അടുത്ത പാർട്ടി രാവിലെ കൊടുക്കും, വൈകിട്ടും കൊടുക്കും ദാദി. सुबह भी दे रही है, शाम ദാദിക്ക് ക്ഷീണമേ കാണുമായിരുന്നില്ല. ഞാൻ ചിന്തിക്കും എവിടുന്ന ഈ എനർജി. को दादी के अंदर वो एनर्जी कहाँ से ഇടയ്ക്ക് ദാദി കോട്ടേജിൽ പോകുമ്പോൾ അവിടെ ആൾക്കാരുണ്ടാവും, സഹോദരന്മാരുണ്ടാവും ദാദിയെ കാണാൻ. ചിലർ പേഴ്സണലി കാണാൻ വരും, ടീച്ചേഴ്സ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. ഇത്രയും വണ്ടർഫുള്ളായിരുന്നു ദാദി. ക്ഷീണമേ കാണില്ല ദാദിക്ക്. ഞാൻ ചോദിക്കും, ദാദി ഇത്രയും സെൻറ്റേഴ്സിൻ്റെ കാര്യങ്ങളും ഫോൺസും വരും, മീറ്റിംഗ്സ് ഉണ്ടാകും, ഇത്രയും ബ്രദേഴ്സ് സിസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കണം, എന്നിട്ട് ക്ഷീണമില്ലേ ചോദിക്കും. ദാദി എങ്ങനെയാണ് ഇതൊക്കെ നോക്കുന്നത് എന്ന് ചോദിക്കും. ദാദി പറയും, संभालते मैं कभी दादी സ്വയത്തെ ഹെഡാണെന്ന് ചിന്തിക്കുന്നില്ല ഞാൻ, എങ്കിലല്ലേ ഹെഡേക്ക് വരുള്ളൂ ചോദിക്കും ദാദി. ഞാൻ നിമിത്തമാണ്, ബാബയുടെ കുട്ടി, ചെയ്യിപ്പിക്കുന്നത് ബാബയാണ്. ബാബ എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ബാബ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ദാദി പറയാറുള്ളത്. ദാദിയുടെ ഉള്ളിൽ ആ വിശേഷത ഉണ്ടായിരുന്നു. बाबा दादी के अंदर वो क्वालिटी थी, ദാദി സത്യതയുടെ ദേവിയായിരുന്നു. सत्यता की देवी थी. ദാദി പറയുമായിരുന്നു, दादी बोलती थी मैं സത്യമായ ഹൃദയത്തിൽ എനിക്ക് പറയാൻ സാധിക്കും, ജീവിതത്തിൽ ഒരിക്കൽ പോലും അസത്യം പറഞ്ഞിട്ടില്ല. സത്യത്തിൻ്റെ ദേവിയായിരുന്നു. പ്രാക്ടിക്കലി ഓർമ്മ വരുന്നുണ്ട്, ദാദിക്ക് വളരെ അസുഖം വന്ന സമയത്ത് സ്ട്രോക്ക് വന്നിരുന്നു. ദാദിക്ക് ന്യൂമോണിയയുടെ കാരണം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു. വളരെ സമയമെടുത്തു ട്രീറ്റ്മെൻറ്റിന്. ട്യൂബ് എടുക്കാൻ ബുദ്ധിമുട്ട് വന്നു. ലങ്സ് വളരെ വീക്കായി. കണ്ടിന്യൂസ് എഫേർട്ട് എടുത്തു. ട്യൂബ് എടുക്കാൻ വേണ്ടി കണ്ടിന്യൂസ് വെന്റിലേറ്ററിലായിരുന്നു ദാദി. വളരെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും ഉറങ്ങും. ഫുൾ ടൈം പകലും ദാദിയുടെ കൂടെ ഞാൻ ഇരിക്കുമായിരുന്നു. കഴുത്തിലും ട്യൂബ് ഉണ്ടായിരുന്നു, ഇറക്കിയിട്ടുണ്ടായിരുന്നു. സംസാരിക്കാൻ പറ്റില്ലായിരുന്നു ദാദിക്ക്, കാരണം കഴുത്തിലെ ട്യൂബ് ഇറക്കിയിരുന്നു. ദാദി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചോദിക്കും ദാദിയോട്, ദാദി എന്താണ് കാര്യം? ദാദി പറയും, അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം, ആനന്ദത്തിൻ്റെ അനുഭവത്തിലായിരിക്കും. ദാദിയോട് ചോദിക്കും, ദാദി എന്താ ചെയ്യണ്ടായിരുന്നു ദാദി എന്ന് ചോദിക്കും. ദാദി ഇങ്ങനെ കൈ കൊണ്ട് മുകളിലേക്ക് ചൂണ്ടിയിട്ട് പറയും, ഞാൻ ബാബയുടെ കൂടെയാണെന്ന്. ഇടയ്ക്ക് നോക്കുമ്പോൾ തോന്നും ദാദി പെയിനിലാണെന്ന്. പക്ഷെ ബാബയുടെ മടിത്തട്ടിൽ ഇങ്ങനെ ലയിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കും. എപ്പോഴും ബാബ ദാദിയുടെ കൂടെയായിരുന്നു. ഒരേ ലഹരിയായിരുന്നു ദാദിക്ക്.
दादी को ദാദിയുടെ ഉള്ളിൽ എപ്പോഴും ലഹരി ഇതായിരുന്നു, എനിക്ക് കർമാതീതമാകണം, കർമാതീതമാകണം. सब कुछ होते हुए ബാബ മുരളിയിൽ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. बाबा ने मुरली में ഒരു പ്രാവശ്യത്തെ കാര്യം ഓർമ്മ വരുന്നു. और जैसे दादी का लगता है कि दादी की बात जैसे कैसे दादी അതിരാവിലെ ദാദിയെ കാണാൻ പോകുമായിരുന്നു. ദാദി ഇവിടെയും വരാറുണ്ട്. दादी यहाँ ദാദി വളരെ സ്നേഹം തന്നിട്ടുണ്ട് എനിക്ക്, വളരെയധികം സ്നേഹം. मुझे बहुत प्यार करती थी, बहुत प्यार करती थी. दादी ने उन्होंने एक रखा हुआ था कमरे में ना एक ഒരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു ദാദിജിയുടെ കോട്ടേജിൽ. एक भाई का, उसमें ना उसको जो है दादी कहते देखो അത് കാണിച്ചിട്ട് ദാദി പറയും, ദാ ഗുപ്താജി വന്നു. അങ്ങനെ കൊച്ചുകുട്ടിയെ പോലെ എന്നെ ഇങ്ങനെ എൻ്റെ മുഖത്തിൽ ദാദി ഇങ്ങനെ തലോടുമായിരുന്നു. बहुत प्यार से कभी तो प्यार से यार मस्त पे किस भी ഗുപ്താജി ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ദാദി ഇങ്ങനെ ശിരസിലൊക്കെ കൈവച്ച് തലോടും. വളരെ നല്ല അനുഭൂതിയാണ് ദാദിയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ദാദി ഒരു ഫരിഷ്തയായിരുന്നു, ദേഹബോധത്തിൽ നിന്ന് വളരെ ഉപരിയായിരുന്നു. ദാദിയുടെ കൈ ശരിക്കും ആ സോഫ്റ്റ് ആയിരുന്നു. ദാദിയുടെ കൈ അർത്ഥം ഭാരരഹിതം. वंडरफुल अनुभूति करा ഏതെങ്കിലും കാര്യങ്ങൾ മുഴുകിയിരുന്ന ദാദി എനിക്ക് സൂചന തരും, കർമ്മം ചെയ്ത് കാണിച്ച് പഠിപ്പിക്കുമായിരുന്നു. ഇടയ്ക്ക് വൈകിട്ട് ഞങ്ങൾ जैसे कई बार ദാദിയുടെ കൂടെ ഉണ്ടാകും. दादी जब दादी को शाम को हम पनीर और मुरमुरा देते ദാദിയുടെ ഡൈനിങ് ടേബിളിൽ വൈകിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ മുന്നി ദീദി ഉണ്ടാകും, मैं भी बैठा സഹോദരി സഹോദരന്മാരും ഉണ്ടാവും ദാദിയോടൊപ്പം. होता कई बार कोई भाई बहन भी बैठे होते थे तो कई बार तो दादी എന്നോട് എന്തെങ്കിലും ചോദിക്കും, मैं मुझे बतानी होती थी बात और ദാദി എവിടെ ഉണ്ടാകും. दादी ദാദി എനിക്ക് വേണ്ടി കാത്തിരിക്കും പലപ്പോഴും. दादी मेरा वेट करती थी कि नहीं ഗുപ്താജി ആ ടോളി ഫുൾ കഴിക്കട്ടെ എന്നിട്ട് സംസാരിക്കാം. എത്ര വലിയ ദാദി, ഞാൻ എത്ര ചെറിയ കുട്ടി, പക്ഷേ ദാദി എനിക്ക് വളരെ റെസ്പെക്റ്റ് തരുമായിരുന്നു. इतना रिगार्ड कैसे दूसरों എൻ്റെ പോലും കാര്യങ്ങൾ ശ്രദ്ധ വയ്ക്കുമായിരുന്നു ദാദി. को भी क्या सम्मान देना होता है वो मैंने दादी അന്തിമ ദിനങ്ങളും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. दादी की സ്ട്രോക്ക് വന്ന സമയത്ത് ദാദി വെന്റിലേറ്ററിലായിരുന്നു. दादी उस पे थी वेंटिलेटर पे जब दादी को हैमरेज हो गया था ब्रेन में लास्ट में स्ट्रोक होने के बाद ദാദിയുടെ मना ഹെൽത്തിന് ഇനിയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. 25 अगस्त की കുറേ പേര് ദാദിയെ കാണാൻ വേണ്ടി പോയിരുന്നു. मुझे दादी को देखने के लिए गया എല്ലാ പാരാമീറ്റേഴ്സും സെറ്റ് ചെയ്തിരുന്നു. വെന്റിലേറ്ററിൽ മോണിറ്റർ ഉണ്ടായിരുന്നു, ഹാർട്ട് ഓക്കെ ആയിരുന്നു, എല്ലാം നോക്കി. കിഡ്നിയൊക്കെ നേരത്തെ പ്രവർത്തനം നിലച്ചിരുന്നു. किडनी पहले ही काम करना ഡോക്ടേഴ്സ് തീരുമാനം എടുത്തു, तो उस दिन ये था ഇനി ട്രീറ്റ്മെൻറ്റ് കൊടുക്കില്ല. कि अब और आगे इलाज नहीं करेंगे मतलब कुछ अगर कुछ होगा तो हम इसको फर्दर कोई रिससिटेशन नहीं करेंगे ദാദി ഞങ്ങൾ കണ്ടു, ഹെൽത്തി ആയിരുന്നു ദാദി. देखो हमने देखा कि दादी എല്ലാ പാരാമീറ്ററും നോക്കി പുറത്തേക്ക് വന്നു. सब पैरामीटर चेक करके വാതിൽ വരെ എത്തി. അപ്പോൾ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നി, ഗുപ്താജി ഞാൻ പോവാണ് എന്ന് കേട്ടു. कि गुप्ता जी मैं जा रही हूँ ശബ്ദം വന്നു. ഉള്ളിലാണ് എനിക്ക് ആ ശബ്ദം കേട്ടത്. ദാദി കോമ സ്റ്റേജിലാണ് കിടക്കുന്നത്. ദാദി എങ്ങനെ പോവും ഞാൻ ചിന്തിച്ചു. ഈ ശബ്ദം എവിടെ നിന്ന് വന്നു? ഞാൻ തിരിച്ചുപോയി. ഞാൻ വീണ്ടും ബ്ലഡ് പ്രഷർ നോക്കി, പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെ ആയിരുന്നു. सारे पैरामीटर चेक किए सब पैरामीटर ठीक थे ഞാൻ വീണ്ടും തിരിച്ചു പോകാൻ തുടങ്ങി. जैसे പ്രകാശ് ഭായ് आने लगा ദാദിയുടെ കാർ ഓടിച്ചിരുന്ന ബ്രദറാണ്. जो रथवान थे वो वहीं ഞാൻ പറഞ്ഞു, പ്രകാശ് ഭായ് ഞാൻ പോവാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. अच्छा मैंने कहा प्रकाश भाई ഞാൻ വീണ്ടും പുറത്തേക്ക് വരാൻ തുടങ്ങി. मैं आऊँगा और जैसे അപ്പോൾ വീണ്ടും ശബ്ദം കേട്ടു, ഗുപ്താജി ഞാൻ പോവാണ്. സെക്കൻഡ് ടൈമും എനിക്ക് ശബ്ദം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ദാദി എനിക്ക് സൂചന തരികയാണ്, എനിക്ക് പോകാൻ സമയമായി. ഞാൻ പ്രകാശ് ഭായി വിളിച്ചു. ഞാൻ പറഞ്ഞു, എല്ലാവരെയും വിളിക്കൂ, ജാനകി ദാദി, ഗുൽസാർ ദാദിയെ വിളിക്കൂ, മോഹിനി ദീദി, മുന്നി ദീദിയെ വിളിക്കൂ, നിർവേർ ഭായി, രമേശ് ഭായിയെ വിളിക്കൂ, ബ്രിജ്മോഹൻ ഭായി വിളിക്കൂ, എല്ലാവരെയും വിളിക്കൂ. എല്ലാവരും അവിടെ വന്നിരുന്നു. ദേശവിദേശത്തിലെല്ലാവരും മധുബനിലുണ്ടായിരുന്നു. എല്ലാവരും വന്നു. ബാബയുടെ ഓർമ്മയിൽ വന്നിരുന്നു എല്ലാവരും. അരമണിക്കൂർ കഴിഞ്ഞു, ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഇതെന്താണ് ഉണ്ടായത്? नहीं हुआ ദാദി എന്നോട് പറഞ്ഞതാണല്ലോ, എനിക്ക് ശബ്ദവും വന്നു, എന്താണ് ഉണ്ടാകുന്നത്? और ये मुझे आवाज़ आई കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഹാർട്ട് റേറ്റ് ഉണ്ടല്ലോ, मैंने देखा तो അത് പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങി. धीरे धीरे 79 60 ആയി, 60 താഴേക്ക് വന്നു, 55 ആയി, 52 ആയി, 50 ആയി, 40 ആയി, 30 ആയി. 30 കഴിഞ്ഞതും എല്ലാം കഴിഞ്ഞു. പാരാമീറ്റേഴ്സും 0 ആയി. सारे पैरामीटर എല്ലാവർക്കും ദാദിയോട് വളരെ സ്നേഹമായിരുന്നല്ലോ. की दादी से बहुत प्यार था सभी को दादी से बहुत सभी की എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. दिल ऐसे होने लगा എല്ലാ പാരാമീറ്റേഴ്സും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. सबके सब पैरामीटर सबको दिखाई दे रहे थे और सब सब ऐसे थोड़े से ദുഃഖിതരല്ല, പക്ഷെ എല്ലാവരും സ്നേഹികളായിരുന്നല്ലോ ദാദിയോട്. प्यार था तो अचानक मेरे से मुंह से ऐसा निकला അപ്പോൾ പറഞ്ഞു, ഇങ്ങനെയല്ല, ദാദി തിരിച്ചു വരുമെന്ന് പറഞ്ഞു, എല്ലാവരും ബാബയെ ഓർമ്മിക്കൂ എന്ന് പറഞ്ഞു. जाएगी ശരിക്കും എന്താ കണ്ടതെന്നാൽ
1 മിനിറ്റിന് ശേഷം ദാദി തിരിച്ചു വന്നു. 1 मिनट के बाद ही दादी वापस आ गई. ഏതുപോലെ എന്നാൽ കണ്ണ് തുറക്കാൻ സാധിച്ചില്ല. പക്ഷെ ദാദി എല്ലാം ഞങ്ങളെ കാണുന്നു എന്ന് തോന്നി. എല്ലാ പാരാമീറ്റേഴ്സും വീണ്ടും തിരിച്ചു വന്നു. ഹാർട്ട് റേറ്റ് 80ലേക്ക് വന്നു. BP വർക്ക് ചെയ്യുന്നു. ശരീരത്തിൽ ചെറിയ ഇളക്കം ഉണ്ടായി. और फिर कोई हलचल जैसे शरीर में, പിന്നെയും പാരാമീറ്റർ കുറയാൻ തുടങ്ങി. फिर वही पैरामीटर वापस कम होना शुरू हुआ. വീണ്ടും കുറയാൻ തുടങ്ങിയത് 78, 30ൽ വന്നു. വീണ്ടും അത് 0 ആയിട്ട് മാറിയെല്ലാം. 30 पे അങ്ങനെ हो गया सब. ദാദി फिर दादी चली गई, सारा ദാദി हो गया, शरीर सफेद ശരീരം വിട്ടു. हुआ था, फिर वापस लाल हो गया था, फिर दोबारा से. അവസാന സമയത്തും സൂചന തന്നു. മെസ്സേജിലും ബാബ പറഞ്ഞിരുന്നു. और बाबा ने मैसेज में भी बाद में दिया दादी को. ബാബ പറഞ്ഞത് ഇതാണ്, ദാദി പോയി വന്നു, തിരിച്ചൊരിക്കൽ കൂടി എല്ലാവരെയും കണ്ടിട്ട് ദാദി പോയി എന്ന്. हमने देखा ശരിക്കും സർവഗുണ സമ്പന്നയായ 16 കലാ संपन्न थी, സമ്പൂർണമായ ഫരിഷ്ത ദേവിയായിരുന്നു ദാദി. മര്യാദ പുരുഷോത്തമനായിരുന്നു. ദാദിജിയുടെ സമ്പൂർണ്ണ ശരീരവും പുഷ്പസമാനം പവിത്രമായിരുന്നു. അഹിംസ പരമോധർമ്മമായിരുന്നു. ഒരിക്കലും ഒരു രൂപത്തിലും ദാദി ആർക്കും വേദന കൊടുത്തിട്ടില്ല. ഒരു തരത്തിലും വികാരത്തിൻ്റെ ഒരു അംശം പോലും ദാദിയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സംസ്കാരങ്ങളും ദാദിയിൽ ഉണ്ടായിരുന്നില്ല. ദേവിയായിരുന്നു ദാദി. एकदम जैसे देवी. അങ്ങനെയുള്ള ദാദിയുടെ സ്മൃതി മാസമാണ് നടക്കുന്നത്. पर ऐसी दादी के हम ഇൻചാർജിൻ്റെ അർത്ഥം എന്താണെന്ന് ഓർമ്മിപ്പിച്ചു. നമ്മൾ നമ്മളുടെ മനസ്സ്, ബുദ്ധി, സംസ്കാരത്തിൻ്റെ ഇൻചാർജായിട്ട് മാറണം. കർമ്മേന്ദ്രിയ ജീത്തായിട്ട് നമ്മൾ മാറണം. അപ്പോഴാണ് മായാജീത്തായിട്ട് മാറുക. വികാരങ്ങളുടെ അംശത്തെ പോലും ഇല്ലാതാക്കണം, ഭസ്മമാക്കണം. അപ്പോഴാണ് പറയുക പഞ്ചതത്വങ്ങളും. ദാദി പ്രകൃതി ജീത്തായല്ലോ. प्राप्त कर सकते. ആ ലാസ്റ്റ് റൈറ്റ്സ് നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടല്ലോ പഞ്ചതത്വങ്ങളും ദാദിയുടെ ശരീരത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത്. दादी का संस्कार തത്വങ്ങൾ ദാദിയുടെ കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെ സേവനം ചെയ്തു ദാദിയുടെ. ദാദി പ്രകൃതി ജീത്തായി, വികർമ്മ ജീത്തായി, കർമാതീതായി മാറി खड़े हैं और कैसे उनकी മുഴുവൻ വിശ്വത്തിനും ശക്തി കൊടുത്തു. बनी विक्रमा ഇതാണ് ദാദിജിയുടെ കൂടെയുള്ള എൻ്റെ അനുഭവം. सारे विश्व को